all the participants, a very warm good evening to all. And today we are on the webinar series, and the topic is Doorstep to Corporate World. And the main topic which we are planning to discuss here is the CS opportunities and challenges. For this session, we have our faculty, and he is the main supporting fact to us, and he is Mr. CS Prem sir. I do invite Prem sir cordially to the webinar. Sir, am I audible? Can you hear me? Yes, I can hear you, sir. Thank you so much. You're welcome, sir. And I'll tell a brief introduction about sir. He is right now practicing the company secretary, and from past 4 years, he is handling the classes for CA, CMA, and CS. And he had cleared the civil service prelims exam 2, and he has done the post-graduation in MBA. And for this webinar, once again, I invite all the students who are participating here in the webinar and all the staff, faculties, everyone who has presented as part of LICA here. And thank you so much, sir. I do hand over the section to sir, Prem sir. Sorry. Yeah, thank you so much, Neha. Okay, sir. So, Yes. Okay, fine. Yeah. Good evening. Good evening. First of all, class session start in the എനിക്ക് മാക്സിമം റെസ്പോൺസ് കിട്ടണം കേട്ടോ. ഞാൻ ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് പോകും, അതിനിടയ്ക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. നമുക്കിതൊരു കാഷ്വൽ സെഷൻ ആയിട്ട് തന്നെ പോവാം. ഇങ്ങോട്ട് ഒരുപാട് റെസ്പോൺസ് കിട്ടിയാൽ 1 മണിക്കൂർ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, എല്ലാവരും ഹാപ്പിയാണ്, സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ആരാണ്? ഓക്കെ, ഫൈൻ. ഓക്കെ, ഓക്കെ, ഫൈൻ. എല്ലാവരും ഐ തിങ്ക് ഈ ഒരു ബാച്ചിലെല്ലാം +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ വന്നിരിക്കുന്ന പിള്ളേരാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ ആദ്യമേ ഞാൻ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്താ പ്ലാൻ? എന്താ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ ഉണ്ടാവുമല്ലോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും +2 കഴിഞ്ഞിട്ട് ഇനി എന്താണ് പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ഐഡിയാസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ? +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ പ്ലാൻ എന്താ? ചാറ്റിലേക്ക് ഇട്ടോളൂ. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞോ. ഹലോ, ഒരു ഗുഡ് ഈവനിങ് എങ്കിലും ഇവിടെ ചാറ്റിൽ നോക്കട്ടെ, ആരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കട്ടെ. ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തു, ആരാന്ന് അറിയത്തില്ല. ഗുഡ് ഈവനിങ് വിജയ്. വെരി ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അനക. ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ, സൂപ്പർ. ഓക്കെ, വെരി ഹാപ്പി. കൊള്ളാം. അപ്പൊ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ശരി, അപ്പൊ ഇനി പറഞ്ഞോ, എന്താ നിങ്ങളുടെ പ്ലാൻ? +2 കഴിഞ്ഞവരുണ്ടാവും, ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും. എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? എനിക്കറിയാം ഒരുവിധം എല്ലാവരും പറയാൻ പോകുന്ന പ്ലാൻ ഞാൻ തന്നെ അങ്ങോട്ട് പറയട്ടെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കട്ടെ. ഒരു 10 സെക്കൻഡ് നോക്കാം, ആരെങ്കിലും മെസ്സേജ് ഇടുന്നു. എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? ഡിഗ്രി നോട്ട് യെറ്റ് കംപ്ലീറ്റഡ്. ഓക്കെ, ഫൈൻ. +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, പഠിക്കണം. കൊള്ളാം. CS അടിപൊളി. CS ജുവൽ, CS സൂപ്പർ. ഷാനിബ, CS സൂപ്പർ. അടിപൊളി. എന്തുകൊണ്ടാ CS? ഒരുപാട് പേര് CS പറയുന്നുണ്ട്. വെരി ഗുഡ്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. എന്തുകൊണ്ടാ CS? I love board meetings. സൂപ്പർ. ബോർഡ് മീറ്റിംഗ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് ഇവിടെ. ഓക്കെ, CS-ന് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റഡ് ടു സ്റ്റഡി. ഓക്കെ, ഫൈൻ. അർജുൻ CMA. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. ഒരുപാട് പേര് CS എന്നുള്ള രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് CS പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പ്രൊഫഷണൽ കോഴ്സ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. കൊള്ളാം. ഓക്കെ, ഫൈൻ. ശരി, ഞാൻ CS ആട്ടോ, സത്യമായിട്ട് CS ആ. കമ്പനി സെക്രട്ടറി ആണ്. ട്രിവാൻഡ്രത്ത് പ്രാക്ടീസ് ചെയ്യണം, പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു. ഒരു 4 വർഷമായിട്ട് ക്ലാസ്സസ് എടുക്കുവാണ്.
പ്രൊഫഷണൽ കോഴ്സസിന്റെ ക്ലാസ്സസ് എടുക്കുകയാണ്. ലോ പേപ്പർ ഡീൽ ചെയ്യുന്ന ഫാക്കൽറ്റിയാണ്. ഓക്കെ, കമ്പനി ലോ പേപ്പറും സെക്യൂരിറ്റീസ് ലോ പേപ്പറും ഒക്കെ ഡീൽ ചെയ്യുന്ന ഫാക്കൽറ്റിയാണ്. ഓക്കെ, യൂഷ്വലി എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പോ ആദ്യമായിട്ടാണ് കുറച്ച് പേര് ഇന്ന കോഴ്സ് ചെയ്യണം, CS ചെയ്യണം, CMA ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ളത്. വെരി ഹാപ്പി. യൂഷ്വലി +2 കഴിഞ്ഞിട്ടൊക്കെ ചോദിക്കുമ്പോ ജനറലി കിട്ടുന്ന ഒരു മറുപടി എന്താണെന്ന് വെച്ചാല് ടു ഗെറ്റ് എ ഗുഡ് ജോബ്, അല്ലെങ്കിൽ എന്താ പറയാ ടു ഗെറ്റ് ഇൻ ടു എ ഹയർ പൊസിഷൻ, ടു ഗെറ്റ് ഇൻ ടു എ ഗുഡ് കമ്പനി, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക, അല്ലെ? അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് യൂഷ്വലി. ചിലർക്ക് അല്ലാതെ ഉണ്ട്, കല്യാണം കഴിക്കണം, പിന്നെ പ്ലാൻ ഇല്ലാത്തവരുണ്ട്. ഞാനൊക്കെ +2 കഴിഞ്ഞപ്പോ നോ പ്ലാൻ കാറ്റഗറിയിലാണ്. മൈ ലൈഫ് മൈ റൂൾസ്. പ്ലാൻ ഇല്ലാതെ നടന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏത് കാറ്റഗറിയിലായാലും ശരി ചിന്തിക്കേണ്ട സമയമായി, അല്ലെ? ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്ന് ഇപ്പോഴേ ചിന്തിക്കണം. ആക്ച്വലി ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സമയം കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഇന്നത്തെ ഈ ഒരു 1 hour സെഷനിൽ. അതിനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആരായാലും ശരി, ഒന്നുകിൽ എംപ്ലോയ്മെന്റിലേക്ക് ജോയിൻ ചെയ്യാനായിരിക്കും എല്ലാവർക്കും താല്പര്യം, അതല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കാനായിരിക്കും യൂഷ്വലി എല്ലാവർക്കും താല്പര്യം. ഇത് രണ്ടുമല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ? നമ്മുടെ ഇത് രണ്ടും, അതായത് ഒരാൾക്ക് ഒരു എംപ്ലോയ്മെന്റിന് ജോയിൻ ചെയ്യാനായാലും ശരി, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായാലും ശരി, ഈ രണ്ട് കാര്യങ്ങളും പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ കേപ്പബിൾ ആക്കാനായിട്ട് കോമേഴ്സ് ഫീൽഡില് 3 കോഴ്സസ് ആണ് മെയിൻലി ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? 3 പ്രൊഫഷണൽ കോഴ്സസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്നും അറിയാം. ഏതൊക്കെയാണ്? CA, CS, CMA, അല്ലെ? 3 പ്രൊഫഷണൽ കോഴ്സസ് ഉള്ളത്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, കമ്പനി സെക്രട്ടറീസ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടൻസ് ഉണ്ട്. 3. ഈ 3 കോഴ്സിലും ആക്ച്വലി പറഞ്ഞ 3 ഡിഫറെന്റ് ഏരിയാസ് ഓഫ് വർക്ക് ആണ്. ഓക്കെ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയാലും ശരി, കമ്പനി സെക്രട്ടറീസ് ആയാലും ശരി, എല്ലാം പ്രൊഫഷണൽ കോഴ്സസ് ആണ്. 3 ഡിഫറെന്റ് ഏരിയാസ് ഓഫ് വർക്ക് ആണ്. ഒത്തിരി അധികം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത കോഴ്സ് ആണ് ആക്ച്വലി പറഞ്ഞാൽ CS, അല്ലെ? അതെന്തുകൊണ്ടാണെന്ന് അറിയോ? വേറൊന്നുമല്ല, ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3 സബ്ജക്റ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദി മോസ്റ്റ് യങ്ങസ്റ്റ് ആയിട്ടുള്ള എന്താണ് സബ്ജക്ട്, യങ്ങസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ആണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ്, അല്ലെ? അതുകൊണ്ട് തന്നെ ഏറ്റവും ഇപ്പോ നിലവിൽ അടുത്ത ഒരു 20 വർഷക്കാലത്തേക്ക് ഏറ്റവും സ്കോപ്പ് ഉള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ് കമ്പനി സെക്രട്ടറി ആസ് കമ്പയർഡ് ടു അതർ പ്രൊഫഷണൽസ്. ഓക്കെ ആണോ? ഇതിനെല്ലാത്തിനും അതിൻ്റെതായ പ്രൊഫഷണാലിസം ഉണ്ട്, അതിൻ്റെതായ സ്കിൽ സെറ്റ് ഓഫ് കണ്ടീഷൻസും എല്ലാം വേണം. പക്ഷെ CS-ന്റെ ഒരു പ്രത്യേകത, CS മാറി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ CA ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് ഏതാണ്ട് വന്ന വർഷം 1949 ആണ്. CMA ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് 1959-ലാണ്. എന്നാൽ CS-ന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ICSI നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ICSI 1980-ൽ വന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, റീസെന്റ് വന്നതാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനി സെക്രട്ടറീസ് ഇപ്പൊ മാർക്കറ്റിൽ ഇല്ല. ഓക്കെ, വളരെ കുറച്ച് കമ്പനി സെക്രട്ടറീസേ ഉള്ളൂ. ക്ലിയർ ആണോ? അപ്പം ഏറ്റവും യങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് CS-ന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? മാക്സിമം ഇങ്ങോട്ട് സംസാരിക്കാം കേട്ടോ. എന്തെങ്കിലും എന്നെ നിർത്തണം, പറയുന്നതിന്റെ ഇടയ്ക്ക് സ്റ്റോപ്പ് വേണമെങ്കിൽ ആവശ്യപ്പെടാം, ഞാൻ നിർത്തി സംസാരിക്കാം. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇടാം. നെറ്റ് ഫെയിലിയർ അങ്ങനെ ഇഷ്യൂ ഉള്ളവർക്ക് ചാറ്റിൽ ഡൗട്ട്സ് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ ആണല്ലോ? ഈ CS-ന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയും. ICSI, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ ആണോ? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, അതിന്റെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ICSI. ഓക്കെ, ഫൈൻ. ഹലോ, കേൾക്കുന്നുണ്ടോ? ശരി. എടാ, ഇന്ത്യയിൽ ആകെ മൊത്തം എത്ര CS-കാരുണ്ടെന്ന് അറിയോ? എത്ര CS-കാരുണ്ടെന്ന് അറിയോ? ചാർട്ടേഡ് അക്കൗണ്ടൻസ് നോക്കുകയാണെങ്കിൽ ഇൻ ലാക്സ് ഉണ്ടാവും. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടൻസും അതുപോലെ ഇൻ ലാക്സ് ഉണ്ടാവും. CS-കാര്
around 60,000 അല്ലെ? നിങ്ങൾക്ക് അറിയാം, അത് ഒരുപാട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. ശരിയാണ്, around 60,000 ഫാക്റ്റ് ആണ്. ഞാൻ 51959 ആണ് എന്റെ മെമ്പർഷിപ്പ് നമ്പർ. ഞാൻ 51,959 കമ്പനി സെക്രട്ടറി ആണ് ഇന്ത്യയിൽ. ഓക്കെയാണ്. 60,000, around 60,000 കമ്പനി സെക്രട്ടറീസേ ഉള്ളൂ. ഇന്ത്യയിൽ എത്ര കമ്പനീസ് ഉണ്ടെന്ന് അറിയോ? ഒരു റൗണ്ട് ഫിഗർ പറയാം. 11,00,000 കമ്പനീസ് ഉണ്ട് അല്ലെ? ഈ കമ്പനീസില് ഒരു മിനിമം ഒരു 1,00,000 കമ്പനീസ് എങ്കിലും CS-ന്റെ റിക്വയർമെന്റ് ഉള്ളതാണ്. മിനിമം 1,00,000. അതായത് ഈ 11,00,000 കമ്പനീസില് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 crore മുകളിലുള്ള എല്ലാ കമ്പനിയും നിർബന്ധമായും CS-നെ അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, 1,00,000 കമ്പനീസിന് കമ്പനി സെക്രട്ടറിയെ വേണം. ഈ 60,000 തന്നെ നിങ്ങൾ നോക്കുമ്പോ ഈ 60,000 ആൾക്കാരും കുറെ പേര് ഇപ്പൊ മരിച്ചു കഴിഞ്ഞു അല്ലെ? ആദ്യമേ ഒരു നെഗറ്റീവ് നോട്ടിൽ തുടങ്ങാണ്, കുറെ പേര് ഇപ്പൊ ഇല്ല. ശരിയാണ്. അതിനകത്ത് ഒരു 50K ഇപ്പൊ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അതിനകത്ത് തന്നെ എംപ്ലോയ്മെന്റിൽ ഇരിക്കുന്ന ഒരു 40,000 ആൾക്കാരുണ്ടാവും. ഒരു 10,000 ആൾക്കാര് പ്രാക്ടീസിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ? നോക്കിയേ, 40,000 ആൾക്കാരെ ഉള്ളൂ മെമ്പേഴ്സ്. എന്നാൽ കമ്പനീസ് എത്ര ഉണ്ട്? ഒരുപാട് കമ്പനീസിന് കമ്പനി സെക്രട്ടറീസിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാല് നിയമപരമായി അപ്പോയിന്റ് ചെയ്യണം. ചെയ്തിട്ടില്ല എങ്കിൽ അതിനുള്ള പണിഷ്മെന്റ്സും കാര്യങ്ങളും എല്ലാം കമ്പനീസിന് കിട്ടുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ വേക്കൻസിയെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ്. ആണല്ലോ. പിന്നെ ഈ കമ്പനി സെക്രട്ടറി ആരാണ്? ആരായി കമ്പനി സെക്രട്ടറി? I'll show you something. ഈ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന നിയമം ഏതാണെന്ന് അറിയോ? ഒരു കമ്പനിയുടെ നിയമങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ആക്ട് ഏതാണെന്ന് അറിയോ? കമ്പനീസ് ആക്ട് ആണ്. കമ്പനീസ് ആക്ട് 2013. ആ ആക്ട് തന്നെ ഞാനിപ്പോ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, നോക്കിയേ, ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. സോറി, റേഞ്ചിലെത്തുന്നു സാർ, പറയുന്നത് മനസ്സിലാവുന്നില്ല. കട്ടാവുന്നുണ്ടോ? കട്ടാവുന്നുണ്ടെന്നാണോ? നമുക്ക് കട്ടാവുന്നില്ല. ഓക്കെ. അപ്പൊ മസ്റ്റ് ബി അവിടുത്തെ നെറ്റിന്റെ ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് നോക്കാവോ? ഓക്കെ. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറയാവോ, കട്ടാവുന്നുണ്ടോ ഇല്ലെന്നൊന്ന് അറിയിക്കാവോ ചാറ്റില്? എല്ലാവർക്കും ഓക്കെ ആണോ? ഇല്ല, കട്ടാവുന്നില്ല. ഓക്കെ, ഫൈൻ, ശരി. ഓക്കെ, എടാ, ഇത് നമ്മുടെ കമ്പനീസ് ആക്ട് 2013. അതില് സെക്ഷൻ 2, I'll take it. സെക്ഷൻ 2 ഒന്ന് എടുത്ത് സെർച്ച് ചെയ്ത്. സെക്ഷൻ 2-ല് ഓക്കെ, ഒരു കമ്പനി റിലേറ്റ് ചെയ്തിട്ട് കീ മാനേജീരിയൽ പേഴ്സണൽ ആരൊക്കെയാണ് എന്ന് ഡിഫൈൻ ചെയ്തേക്കുവാണ് സെക്ഷൻ 2-ല് 51. ഒന്ന് വായിച്ചു നോക്കി ആരൊക്കെയാണെന്ന്. ഒരു കമ്പനിയുടെ കീ മാനേജീരിയൽ പേഴ്സൺ, ലിറ്ററൽ മീനിങ് നോക്കി അറിയാം. കീ മാനേജീരിയൽ പേഴ്സൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽസ് ആരൊക്കെയാ? ഒരു നിയമത്തിൽ തന്നെ എടുത്ത് പറയുവാണ്. ആരാ? CEO, MD ഓർ മാനേജർ. രണ്ടാമത്തെ പേരാരുടെയാ? കമ്പനി സെക്രട്ടറി. ഓക്കെയാണോ? ഒരു നിയമത്തിൽ തന്നെ പേരെടുത്ത് പറഞ്ഞേക്കുവാണ് കമ്പനി സെക്രട്ടറി ഒരു കമ്പനിയുടെ കീ മാനേജീരിയൽ പേഴ്സണൽ ആണ് എന്നുള്ള വിവരം. കണ്ടിട്ടോ? അതുപോലെ തന്നെ നമുക്ക് വേറൊരു സെക്ഷനും കൂടെ എടുത്ത് നോക്കാം. ഇതേ ആക്ടിൽ തന്നെ സെക്ഷൻ 203 ഒന്ന് എടുത്ത് നോക്കിയാലോ? അപ്പോയിന്റ്മെന്റ് ഓഫ് കീ മാനേജീരിയൽ പേഴ്സണൽ. ഓക്കെ, every company belonging to such class of companies shall have whole-time key managerial personnel. The ലിസ്റ്റിലെ കമ്പനി സെക്രട്ടറി. ലിസ്റ്റിൽ ഒരു ക്ലാസ് ഓഫ് കമ്പനീസിന്റെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ ക്ലാസ് ഓഫ് കമ്പനീസ് എല്ലാം, ഇന്ത്യയിലുള്ള ആ ക്ലാസ് ഓഫ് കമ്പനീസ് എല്ലാം നിർബന്ധമായും കമ്പനി സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് 203. കണ്ടായിരുന്നോ? അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും പണിഷ്മെന്റ്സും അതേ സെക്ഷനിൽ തന്നെ താഴേക്ക് തന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോയിന്റ് ചെയ്തിട്ടുള്ള പണിഷ്മെന്റ്സ് കണ്ടല്ലോ. ഏത് ക്ലാസ് ഓഫ് കമ്പനിയാ നിങ്ങൾ പറഞ്ഞത്? നോക്കിയേ, every listed company and public company having 10 crore paid up capital.
നമ്മുടെ കമ്പനീസിനെ, ഇന്ത്യയിലെ കമ്പനീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, പ്രൈവറ്റും പബ്ലിക്കും. ഓക്കെ ആണോ? അപ്പോ ഈ പബ്ലിക് കമ്പനീസിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടിക്ക് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു എങ്ങനെ പോയാലും ഒരു 1 lakh അടുപ്പിച്ച കമ്പനീസ് ഉണ്ടാവും, 10 crore above പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള കമ്പനീസ്. ഓക്കെ ആണോ? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടിക്ക് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും കീ മാനേജറിയൽ പേഴ്സണെ അപ്പോയിന്റ് ചെയ്തിരിക്കണം, കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? മാത്രമല്ല വീണ്ടും പറഞ്ഞിട്ടുണ്ട് ആക്ടിൽ, അത് നോക്കിയേ, അത് മാത്രമല്ല every private company which has a paid up capital 10 crore rupees shall have a whole time company secretary. അതായത് പബ്ലിക് കമ്പനീസ് മാത്രമല്ല പ്രൈവറ്റ് കമ്പനീസിന് വേണ്ടി സ്പെസിഫിക്കലി, അതായത് കമ്പനി സെക്രട്ടറീസിന് വേണ്ടി സ്പെസിഫിക്കലി ഒരു അഡീഷൻ ആയത് എന്തോ എഴുതിയിരിക്കണേ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടിക്ക് മുകളിലുള്ള പബ്ലിക് കമ്പനീസ് മാത്രമല്ല പ്രൈവറ്റ് കമ്പനീസും ഹോൾ ടൈം കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഓക്കെ, എന്ത് സ്കോപ്പാന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇത് കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയണോ? വേണ്ട. അപ്പൊ സ്കോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അറിഞ്ഞത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഉറപ്പായിട്ടും വൺസ് ഈ കോഴ്സ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ഇതിന് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് ആർക്കും വേണ്ട. ഉറപ്പായിട്ടും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സ് തന്നെയാണ് CS. ഓക്കെ ആണോ? അത് പറയാനാണ് ഞാൻ ഇത്രയും കാണിച്ചത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്താ ഒരു CS കമ്പനിയിൽ ചെയ്യുന്നത് അത് പറഞ്ഞേ. എന്തായിരിക്കും ഒരു CS-ന്റെ ജോലി? എന്തായിരിക്കും ഒരു CS-ന്റെ ജോലി? നിയമപരമായ കാര്യങ്ങൾ പറയുന്നല്ലേ സാർ? നിയമപരമായ കാര്യങ്ങൾ എവിടെ പറയുന്നു? പറഞ്ഞോ, ശരിയാ, നല്ലതാ, എനിക്ക് റെസ്പോൺസ് കിട്ടിയതിൽ വളരെ സന്തോഷം. നിയമപരമായ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമപരമായ കാര്യങ്ങളും ഒരു കമ്പനി സെക്രട്ടറി അല്ലേ നോക്കണ്ടേ? അതെ അതെ അതെ, എക്സാക്ട്ലി. അത് എവിടെയാ പറയുന്നത്? കമ്പനി സെക്രട്ടറി ഏത് നോക്കേണ്ടതെന്ന് എവിടെയാ പറയുന്നത്? അത് വെറുതെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫാക്കൽറ്റീസും CS-കാരും ഒക്കെ വെറുതെ പറയുന്നതാണ്. എവിടെയായിരിക്കും പറയുന്നത്? അല്ല, അതൊരു കമ്പനി, ഒരു ഗവൺമെന്റിനെ നമ്മൾ അറിയിക്കേണ്ടത് കമ്പനി സെക്രട്ടറി ആണ്. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് മുഹമ്മദ്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അതിനും വെറുതെ ആരെങ്കിലും ഒക്കെ പറയുന്നതല്ല, അതും അതേ നിയമത്തിനകത്ത് തന്നെ പറയുന്ന ഒരു സംഭവമാണ്. നോക്കിയേ, ഇതൊന്നും വേറെ ഒരു പ്രൊഫഷനും ഇല്ല നിയമത്തിനകത്ത്. നോക്കിയേ, സെക്ഷൻ 205 functions of a company secretary. Okay, to report to the board about compliances with provisions of the act, the rules and other laws applicable to the company, to discharge such other duties as may be prescribed. Duties of a company secretary shall include to provide to the directors collectively and individually such guidance. Directors in a guidance കൊടുക്കുക, ബോർഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക, ജനറൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ എന്തുവാണ് അറിയോ? ഇതൊക്കെ ബോർഡ് മീറ്റിംഗ്സിന്റെയും ജനറൽ മീറ്റിംഗ്സിന്റെയും ഗവൺമെന്റ് അതോറിറ്റീസിനും അവിടെ നിന്നൊക്കെ അപ്രൂവൽ എടുക്കേണ്ടത് എടുത്തു കൊടുക്കുക. പല പല റെഗുലേറ്റേഴ്സിനെയും കോടതിയൊക്കെ കമ്പനിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കമ്പനി സെക്രട്ടറി ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് നോക്കിക്കേ. നമ്മുടെ ഒരു കമ്പനിയിൽ ഇപ്പൊ നമുക്ക് CS-കാർക്ക് ആക്ച്വലി പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഏതെങ്കിലും കമ്പനിയിൽ എംപ്ലോയ്മെന്റിന് ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം, അല്ലെ? ഓൺ പ്രാക്ടീസിങ് ഫേം സ്റ്റാർട്ട് ചെയ്യാം, ആണല്ലോ. നമ്മുടെ ഒരു കമ്പനിയിൽ ആക്ച്വലി പറഞ്ഞാല് ഡിസിഷൻ മേക്ക് ചെയ്യുന്ന 2 അതോറിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ, ഡിസിഷൻസ് എടുക്കുന്നത് മെമ്പേഴ്സും ചില ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനിയുടെ ഡയറക്ടേഴ്സും ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ ആണോ? കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഡിസിഷൻസ് എടുക്കുന്നത് മെമ്പേഴ്സ്, അതായത് കമ്പനിയുടെ കാശ് ചെലവാക്കിയ ഓണേഴ്സും ഡയറക്ടേഴ്സുമാണ്. ഈ കമ്പനിയെ പ്രൊഫഷണലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി. അതായത് ഈ പുള്ളിക്കാരൻ എന്തൊക്കെ അറിയാം? ഈ പുള്ളിക്കാരന് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും അറിയാം. അതായത് കമ്പനീസ് ആക്ടിൽ എക്സ്പേർട്ട് ആണ് പുള്ളി, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിൽ എക്സ്പേർട്ട് ആണ്, സെബി ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്, സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സിലബസിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ നമ്മുടെ ഫാക്ടറീസ് ആക്ട് ഉണ്ട്, ഒരുപാട് നിയമങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്, അല്ലെ? അപ്പൊ നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമങ്ങൾ ഗവൺമെന്റ് പറയുന്നുണ്ടോ ആ നിയമങ്ങളെല്ലാം അറിയാവുന്ന, അല്ലെങ്കിൽ ആ നിയമങ്ങളിലെ ലൂപ്പ് ഹോൾസും അറിയാവുന്ന ആൾക്കാരാണ് കമ്പനി സെക്രട്ടറി, അല്ലെ? അപ്പൊ നമ്മളാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്.
അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കമ്പനീസ് ആക്ട് പറയുന്നു എല്ലാ കമ്പനിയും നിർബന്ധമായും വർഷത്തിൽ 4 ബോർഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിരിക്കണം. ഇത് ഡയറക്ടേഴ്സിന് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്ന ആരാ? നമ്മളാ. ഈ ബോർഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യിക്കുന്നതാരാ? നമ്മളാ. ഈ ഡയറക്ടേഴ്സ് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ആരാ? CS. അതായത് ഡിസിഷൻസ് എടുക്കുന്നതിന് ഒരു ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ഇന്ന ഐറ്റംസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ബോർഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് കമ്പനിയുടെ ഫിനാൻസ് മാനേജേഴ്സ്, മാർക്കറ്റിംഗ് മാനേജേഴ്സ് അവരൊക്കെ നമ്മളെ അടുത്ത് വന്ന് പറയും ആക്ച്വലി. ആൻഡ് കമ്പനി സെക്രട്ടറീസ് ആണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് ബോർഡ് മീറ്റിംഗ്സിൽ ഡയറക്ടേഴ്സ് എന്തൊക്കെ ഡിസിഷൻ എടുക്കണം എന്നുള്ള കാര്യം ഡയറക്ടേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആള്. ഓക്കെയാണോ? അതുപോലെ തന്നെ കമ്പനി റിലേറ്റ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ പല പല അതോറിറ്റീസിനെയും പോയി കാണേണ്ടി വരും, മിനിസ്ട്രിയെ പോയി കാണേണ്ടി വരും, നമ്മുടെ കോടതിയിൽ പോകേണ്ടി വരും, അല്ലെ? ഇതിനെല്ലാം കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന ആളും ഉറപ്പായിട്ടും കമ്പനി സെക്രട്ടറി തന്നെയാണ്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് കോട്ടും ഒരു യൂണിഫോം തന്നെയുണ്ട് നമുക്ക് ആക്ച്വലി. ഓക്കെയാണോ? ഓക്കെ. അതുപോലെ ഈ മെമ്പേഴ്സിന് പല പല ഇഷ്യൂസ് ഉണ്ടാവും. അത് ഡീല് ചെയ്യാൻ കമ്പനിയുമായിട്ടുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതും കമ്പനി സെക്രട്ടറിയുടെ ഒരു ടാസ്ക് തന്നെയാണ്. ഓക്കെയാണോ? അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അതേ ലെവലിൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് കമ്പനി സെക്രട്ടറീസ്. കീ മാനേജറിയൽ പേഴ്സണിനകത്ത് നമ്മൾ ഒരു ലിസ്റ്റ് കണ്ടില്ലേ, അതെല്ലാം ബോർഡ് ലെവൽ പൊസിഷൻസ് ആണ്. ഓക്കെ, അപ്പൊ കമ്പനി സെക്രട്ടറിയും ബോർഡ് ലെവൽ പൊസിഷനിൽ വരുന്നതാണ്. ഓക്കെയാണോ? നമ്മുടെ ഈ കോഴ്സിന്റെ ഇതിൽ പോകുമ്പോഴേക്കും നമ്മൾ എല്ലാ നിയമങ്ങളും നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നെ പോകുന്ന ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി. ഓക്കെ, ശരി. ഓക്കെ, പാസ് പെർസെന്റേജ് എങ്ങനെയാടാ കമ്പനി സെക്രട്ടറി? ഒരുപാട് പേര് ക്ലിയർ ചെയ്യുന്നുണ്ടോ? അതുപോലെ വേറൊരു കാര്യമുണ്ട്. ആക്ച്വലി പറഞ്ഞാല് ഈ കോർട്സ് നിയമം ഉണ്ടാക്കുന്നുണ്ടോ? ലോ മേക്കിംഗ് കോടതികൾ ചെയ്യുന്നുണ്ടോ? കോടതികളാകെ ചെയ്യുന്നത് നമ്മൾ പാർലമെന്റിൽ കൊണ്ടുവന്ന നിയമങ്ങള്, പാർലമെന്റില് ലോക്സഭ രാജ്യസഭ വഴി കൊണ്ടുവന്ന ആക്ട്സ് വ്യാഖ്യാനിച്ച് ഓർഡർ കൊടുക്കുന്ന ജോലി മാത്രമാണ് കോടതികൾ ചെയ്യുന്നത്. ഓക്കെ, ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ് കോടതികൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു ഗ്ലാസ്സിൽ വെള്ളം പകുതി നിറച്ചിരിക്കുന്നു. ഓക്കെ, ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഈ ഗ്ലാസ്സിൽ പകുതി വെള്ളം എംറ്റി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതുപോലെ ഈ ഗ്ലാസ്സിൽ പകുതി വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നും വ്യാഖ്യാനിക്കാം. രണ്ട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇത് ഏതാണ് ശരി എന്നുള്ളത് കോടതി ഉത്തരവിലൂടെ തരും, അല്ലെ? കോടതി അതിന്റെ വ്യാഖ്യാനമാണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ ആണോ? ഈ വ്യാഖ്യാനം ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് കമ്പനി സെക്രട്ടറീസ്. മനസ്സിലാവുന്നുണ്ട്? ഇത് എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു കോടതിയിൽ നമ്മുടെ കമ്പനി റിലേറ്റ് ചെയ്ത ഒരു കേസ് പോകുമ്പോൾ കോടതി എങ്ങനെ വിധിക്കും എന്ന് നേരത്തെ തിരിച്ചറിയാൻ പറ്റുന്ന പ്രൊഫഷണൽസ് ആണ് കമ്പനി സെക്രട്ടറീസ്. അതിനുള്ള നിയമങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലിയർ ആണ്? അപ്പം എല്ലാ തരത്തിലും കമ്പനി അഡ്വൈസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ ആണ് കമ്പനി സെക്രട്ടറീസ്. ഓക്കെ ആണോ? ഓക്കെ, ഒരുപാട് പേര് പാസ്സാവുന്നുണ്ടോ CS? എത്രയാ പാസ് പെർസെന്റേജ്? എത്രയാ CS-ന്റെ? പറയാവോ? 50% പേടിയാണ്, അല്ലെങ്കിൽ ഒരു എന്തോ ഇതിന് വരണോ വേണ്ടയോ, CS ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഇഷ്യൂ ആണ് ഈ വരാൻ തടസ്സം നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് പാസ് പെർസെന്റേജ്, അല്ലെ? ഒരു 10% മാക്സിമം, അല്ലെ? അപ്പൊ ആക്ച്വലി പറഞ്ഞാല് ഈ പാസ് പെർസെന്റേജ് കുറവായതുകൊണ്ട് നിങ്ങൾ ഒത്തിരി പേര് ഇത് ഡ്രോപ്പ് ചെയ്ത് പോകും. പക്ഷെ ഞാനൊരു ചെറിയൊരു കഥയല്ല, ഒരു സത്യസന്ധമായ ഒരു കാര്യം പറയാം. ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും ക്ലിയർ ചെയ്യാം. ഞാനിതിപ്പോ ആക്ച്വലി പറഞ്ഞ ക്ലാസ് എടുക്കുന്നതല്ല, ഞാൻ ജസ്റ്റ് കാഷ്വലി വന്ന് സംസാരിക്കുകയാണ്. എനിക്ക് പാസ്സാവാമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണോ CS ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ എന്റെ സ്റ്റോറി, നിങ്ങൾ ചിലപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, നിങ്ങൾ ചിലപ്പോൾ +2 കൊമേഴ്സോ സയൻസോ ഹ്യൂമാനിറ്റീസോ എന്തോ ആയിരിക്കും, ചിലപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നവരായിരിക്കും, ചിലപ്പോൾ ഡിഗ്രി വേറെ ഏതെങ്കിലും റിലേറ്റഡ് ആർട്സിൽ ഡിഗ്രി ചെയ്തവരായിരിക്കും, ഏതോ ആവട്ടെ.
ആരായാലും CS ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് തോന്നുന്ന രീതിയിൽ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ +2 സയൻസ് ആയിരുന്നു. ഓക്കെ, +2 ഞാൻ സയൻസാണ് പഠിച്ചത്. എനിക്ക് മാത്സ് ഞാൻ നല്ല വീക്കാണെന്ന് വെച്ചാൽ ഒട്ടും അറിയത്തില്ല. +2 ഈ മറ്റേ എന്തുവാ ഫൈനൽ എക്സാമിന് മുന്നേ മോഡൽ എക്സാം നടത്തുമ്പോൾ കെമിസ്ട്രിക്ക് സത്യസന്ധമായിട്ട് പറയാം, കെമിസ്ട്രിക്ക് 50-ല് അര മാർക്ക് കിട്ടിയ ആളാണ്. സത്യമാണ്, അര മാർക്ക്. ബാക്കി ബുജികളൊക്കെ ഒരുപാട് ഒരു ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. അപ്പൊ അവരൊക്കെ ചെന്നിട്ട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ച ഡൗട്ട് സത്യം പറഞ്ഞ 50-ൽ അര ആവുമ്പോൾ 100-ൽ 1 ആവുമോ ടീച്ചറെ എന്ന് ചോദിച്ച വ്യക്തിയാണ് ഞാൻ. സത്യം. എന്റെ ക്ലാസ്സിൽ മിക്ക ദിവസവും എനിക്ക് ഇപ്പോഴും അത് വിഷമമുള്ള കാര്യമാണ്, പക്ഷെ മിക്ക ദിവസവും ഞാൻ ക്ലാസ്സിൽ പുറത്തു വരുന്നു. ഓക്കെ, +2 കഴിഞ്ഞ് +2-ല് ആക്ച്വലി എങ്ങനെ പാസ്സാവുന്ന പോലും അറിയാതിരുന്ന ഒരു സമയമുണ്ട്. ഓക്കെയാണോ? ലാസ്റ്റ് എക്സാമിന് +2-ന്റെ ആ എക്സാമിന് മാത്സിന് എനിക്ക് 40 മാർക്ക്. എങ്ങനെയാ ഞാൻ പാസ്സായി, 40 മാർക്കാ വന്നത്. ഓക്കെയാണോ? 40 മാർക്ക് വന്നപ്പോ സയൻസ് അല്ലേ, എഞ്ചിനീയറിംഗിന് പോകണം. ഫ്രണ്ട്സ് എല്ലാവരും എഞ്ചിനീയറിംഗിനാ പോയത്. അപ്പൊ മാത്സിന് 50 ഉണ്ടെങ്കിൽ മാത്രമേ എഞ്ചിനീയറിംഗ് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ അന്നങ്ങനെയായിരുന്നു, ഇന്നത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയത്തില്ല. മാത്സിന് 50 ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാത്സിന് വളരെ വീക്ക് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ട്യൂഷൻ അറ്റൻഡ് ചെയ്തു. ഒരു ട്യൂഷന് പോയി മാത്സ് പഠിച്ച് 50 മാർക്ക് എടുക്കാം, എന്നിട്ട് എഞ്ചിനീയറിംഗിന് പോകാം എന്ന രീതിയിൽ ട്യൂഷൻ അറ്റൻഡ് ചെയ്തു. 5000 രൂപ ഫീസ് കൊടുത്തു, ട്യൂഷൻ അറ്റൻഡ് ചെയ്തു, 1 മാസത്തോളം പഠിച്ചു, റിപ്പീറ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് മാത്സിന് 41. 1 മാർക്കാണ് എനിക്ക് കൂടിയത്. സത്യ. എഞ്ചിനീയറിംഗ് കിട്ടിയില്ല, സ്വാഭാവികം. അപ്പോഴേക്കും ബാക്കി ഡിഗ്രി കോഴ്സസിന് പോകാൻ നോക്കിയപ്പോൾ അതും കിട്ടിയില്ല, സമയം താമസിച്ചു പോയി. അങ്ങനെ ഞാൻ ഡിസ്റ്റന്റ് ആയിട്ട് BBA ചെയ്തു. ഡിസ്റ്റന്റ് ആയിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ BBA ചെയ്തു. അവിടെ നിന്ന് കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങി. അവിടെ ഇപ്പൊ എന്നെ പോലത്തെ ആൾക്കാരാണല്ലോ, അവിടെ നമ്മൾ ഹീറോ. അവിടെ നിന്ന് കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങി. CS-ന് ജോയിൻ ചെയ്തു ആക്ച്വലി പറഞ്ഞാൽ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് CS-ൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെയാണോ? CS-ൽ ജോയിൻ ചെയ്തിട്ട് എന്റെ ബാച്ചില് കുറച്ച് ഞാൻ എല്ലാ രീതിയിലും പഠിച്ചു വന്നു. എന്ന് വെച്ചാൽ പഠിക്കാതെ ഉഴപ്പി നടന്ന് പതുക്കെ പാസ്സായി വന്ന ആളാണ് ഞാൻ. സത്യം. ഓക്കെ, ഈ CS-ൽ നമ്മുടെ ബാച്ചില് അന്നത്തെ ബാച്ചിൽ 60 പേരുണ്ട്. അതില് ഇപ്പോ അന്നത്തെ ബാച്ച് എനിക്ക് വന്ന് 2016 ആവണം, 16 15 ആണ്. ഓക്കെ, 60 പേരുണ്ട് ബാച്ചില്. അതില് 55 പേര് CS അല്ല. അതിലിപ്പോ CS ആയിരിക്കുന്നത് 5 പേരേ ഉള്ളൂ, ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സും. എന്തുകൊണ്ടാ? ഞാനും ഉണ്ട് ഇതില്. എന്തുകൊണ്ടാ? പഠിക്കാൻ പറ്റാത്തതുണ്ടോ, കിട്ടാത്തതുണ്ടോ എന്നുള്ള പേടിയൊക്കെ ഇപ്പൊ മാറി. എന്തുകൊണ്ടാ? വേറെ ഒന്നുമല്ല, CS ബുദ്ധിമുട്ടുള്ള കോഴ്സ് ആയിരിക്കാം. ഞാൻ അത്ര കിടിലമായോണ്ടല്ല ഈ 5-ല് ഞാൻ വന്നേ. എനിക്ക് അത്രയും ബുദ്ധി ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, മാത്സിന്റെ മാർക്ക് കണ്ടാ അറിയാം. എന്തുകൊണ്ടാ? ഒന്നുമില്ല, തോൽവി എന്നെ ബാധിച്ചിട്ടില്ല, എന്നെയും എന്റെ കൂടെ ഉള്ളവരെയും. ഈ 55 പേർക്കും കിട്ടാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അവർ വൺസ് ജോയിൻ ചെയ്തിട്ട് ലീവ് ചെയ്തു, ഡ്രോപ്പ് ചെയ്ത് പോയി. ആ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് കിട്ടാത്തത്. നമ്മൾ ഡ്രോപ്പ് ചെയ്തില്ല, നമ്മൾ എഴുതിക്കൊണ്ടിരുന്നു, ഉറപ്പായിട്ടും ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ലൈഫ് മാറുകയാണ് ചെയ്യുന്നത്. ടേക്ക് ഇറ്റ് ഫ്രം മീ. വൺസ് ഈ 5-നകത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ലൈഫ് ചേഞ്ച് ആയിരിക്കും. ആ നിമിഷം മുതൽ ലൈഫ് ചേഞ്ച് ആവും. ഈ 55 പേർക്ക് കിട്ടാത്ത ഒറ്റ റീസൺ കൺസിസ്റ്റൻസി ഇല്ല. ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു ഹാർഡ് ലക്ക് കാരണം ഒന്ന് പോയി കഴിഞ്ഞാൽ അവർ CS അങ്ങ് ഡ്രോപ്പ് ചെയ്യും, എന്നിട്ട് വേറെ വല്ല കോഴ്സിനും പോകും. CA ആയാലും CMA ആയാലും എല്ലാത്തിനും ഇതേ കണ്ടീഷനാണ്, ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. അതുകൊണ്ട് മാത്രമാണ് കിട്ടാതെ, അല്ല കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടൊന്നും അല്ല. അത് ആദ്യമേ മനസ്സിലാക്കുക. ഓക്കെയാണ്? പാസ് പെർസെന്റേജ് കുറവാണ്. പാസ് പെർസെന്റേജ് കുറയാൻ കാരണം ഇതാ, 60-ൽ ഇപ്പൊ 5 പേരല്ലേ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. ഇത് തന്നെയാണ് ഇന്ത്യ മൊത്തം നടക്കുന്ന ഒരു സംഭവം. ക്ലിയർ ആണോ? നന്നായിട്ട് റിവൈസ് ചെയ്ത്, ഡിഗ്രി പോലെ കിട്ടത്തില്ല, അത് ഞാൻ പറയാം, ഡിഗ്രി പോലെ കിട്ടത്തില്ല, പക്ഷെ നന്നായിട്ട് റിവൈസ് ചെയ്ത് നിങ്ങൾ പോയി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തോക്കത്തുമില്ല. ഓക്കെയാണോ? അതെല്ലാ രീതിയിലും പഠിച്ചു വന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുന്ന കേട്ടോ. പഠിക്കാതെ ഞാൻ എഴുതി തോറ്റിട്ടുണ്ട്, പഠിച്ചെഴുതി ജയിച്ചിട്ടുണ്ട്. 2 രീതിയിലും ചെയ്തുകൊണ്ട് പറയാം. റിവൈസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ CS നിങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ള കോഴ്സാണ്. ഓക്കെ. അപ്പൊ അവിടെ നിന്ന് CS പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഒരുവിധം പഠിച്ചു തുടങ്ങി. ഞാനൊരു
ഒരു 8 hours ഒക്കെ ലാസ്റ്റ് ഒരു 2 months ഇരുന്ന് പഠിച്ചു. അല്ലാതെ ഈ പറയുന്ന പോലെ 6 മാസം 10 മണിക്കൂർ 15 മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. 2 months ലാസ്റ്റ് ഒരു 2 മാസം 8 hours ഇരുന്ന് പഠിച്ചാൽ ക്ലിയർ ചെയ്യാന്നുള്ള കോഴ്സേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ചു തുടങ്ങിയാണ് ഞാൻ സിവിൽ സർവീസിലേക്ക് പോയി പ്രിലിംസ് വരെ ക്ലിയർ ചെയ്ത് പോയത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഏജ് ഓവർ ആയി 32 ഇപ്പൊ 32. ഓക്കെ ആണോ? അപ്പൊ ഇതിനോടൊപ്പം ഈ എന്തുവാ നമ്മളിപ്പോ +2 കഴിഞ്ഞവര് ഡിഗ്രി ചെയ്യാൻ പോവുകയാണെങ്കിൽ ആക്ച്വലി പറഞ്ഞ ഡിഗ്രിയെക്കാളും എന്തുകൊണ്ടും ഡിഗ്രി ആയാലും PG ആയാലും ഡിഗ്രിയും PGയും ചെയ്യാൻ പോകുന്നവര് അതിനേക്കാളും എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് CS. കാര്യം എന്ന് വെച്ചാൽ വേക്കൻസി നിങ്ങൾ കണ്ടു. ഡിഗ്രി 3 വർഷത്തെ കോഴ്സാണ്. ഈ 3, 3.5, 4 വർഷം കൊണ്ട് CS കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് PG കോഴ്സിന് വരെ കുറെ എക്സംഷൻസ് വേണമെങ്കിൽ PG ചെയ്യണം നിർബന്ധമില്ല, വേണമെങ്കിൽ എക്സംഷൻസ് 4 പേപ്പർ എഴുതിയ PG കയ്യിൽ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കുറെ എക്സംഷൻസും CS ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. ക്ലിയർ ആണോ? എന്തേലും ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചോ. CS-നെ കുറിച്ച് വേറെ എന്താ അറിയാനുള്ളത്? സാർ CS നമ്മൾ +2 കഴിഞ്ഞ് ചെയ്തോണ്ടിരിക്കുമ്പോ +2 കഴിഞ്ഞ് CS നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് ഒരു അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി വേണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഉറപ്പായിട്ടും ചെയ്യാലോ. CS പെർസ്യൂ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആക്ച്വലി പറഞ്ഞാൽ അതും കൂടെ പറയാം. CS-ന്റെ കോഴ്സിന് ഞാൻ പറഞ്ഞുതരാം. അത് 3 സ്റ്റേജസ് ആയിട്ടാണ് പോകുന്നത് CS. ഓക്കെ, അപ്പൊ ആക്ച്വലി പറഞ്ഞാൽ ഇപ്പൊ CS-ന്റെ 2ാമത്തെ സ്റ്റേജ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് UG കോഴ്സ് ആയിട്ട് അപ്രൂവ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെണാ? അത് UG കോഴ്സ് ആണ്. അതൊരു ഡിഗ്രി ആയിട്ട് തന്നെ ഇപ്പൊ അപ്രൂവ് ചെയ്തിട്ടുണ്ട് UGC. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് CS-ന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സും റെഗുലർ ആയിട്ട് ചെയ്യാം. CS ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പോവുക, അതിനോടൊപ്പം ഇതും ചെയ്തു പോകാം. ഞാൻ MBA എടുത്തതും ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. ചെയ്യാൻ പറ്റും, രണ്ടും ചെയ്യാം. ഒരു ഇഷ്യൂ ഇല്ല അതിന്. അത് ആക്ച്വലി പറഞ്ഞാൽ അത് CS കിട്ടിയില്ലെങ്കിലോ എന്നുള്ള തോട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ അത് വേണ്ട എന്നാ പറയുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും സെക്കൻഡ് ലെവൽ എക്സാം കഴിഞ്ഞാല് നമ്മള് ഇപ്പോ ഒരു UG ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സംഷൻ കിട്ടുമോ? എക്സംഷൻസ് ഉണ്ട് ഒരുപാട്. ഇഗ്നോവിന്റെ PG ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 പേപ്പേഴ്സ് എഴുതിയാൽ മതി. PG കയ്യിലുണ്ട്, ചെയ്യാം. അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും കേട്ടോ. കോഴ്സ് സ്ട്രക്ചർ നമ്മൾ ഇനി പറയും. എക്സംഷൻസ് ഒരുപാട് കിട്ടുന്നുണ്ട്. ഡിഗ്രിക്കും എക്സംഷൻസ് ഉണ്ട്. ഫൈനൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഉണ്ട് എക്സംഷൻസ്. ഏതിലാ? PG കോഴ്സിന് എക്സംഷൻസ്. ആകെ 4 പേപ്പർ എഴുതിയാൽ മതി. എത്ര ഇയേഴ്സ് എടുത്തു CS ആവാൻ? ഞാന് 4.5 years, 4.5 വർഷം. എന്നെക്കാളും നല്ലൊരു മോട്ടിവേഷൻ നിങ്ങൾക്കില്ല. കാര്യം എനിക്കറിയാം എന്നെക്കാളും കഴിവുള്ളവരെ തന്നെയായിരിക്കും നിങ്ങൾ +2 സമയത്ത്. അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ തന്നെ പറഞ്ഞു തരാൻ വന്നത് ഇതിനെ കുറിച്ച്. ഓക്കെ, ശരി. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഞാൻ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് പോവാ കേട്ടോ. ഈ ഫോർമൽ ആയിട്ട് നമ്മൾ വെറുതെ ക്ലാസ് എടുക്കാതെ നിങ്ങളെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാലോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെങ്കിലും ചോദിക്കാം. അതിന് വേണ്ടിയിട്ടാ. ഓക്കെ, ഇനി സാലറിയെ കുറിച്ച് അറിയണോ? സാലറിയെ കുറിച്ച് അറിയണം സാർ. അതാണല്ലോ അറിയേണ്ടത് അല്ലേ? എടാ, സാലറി ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. സാലറി നല്ല സാലറി ഉള്ള ഇത് തന്നെയാണ്, അല്ലാന്നല്ല. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. സാലറി എന്ന് പറയുമ്പോ മെയിൻലി ഒരു ഇൻഡിവിജ്വലിന്റെ കേപ്പബിലിറ്റി പോലെയാണ് സാലറി. പക്ഷെ ഇങ്ങനത്തെ 3 കോഴ്സ്, അതായത് ഈ CS പോലത്തെ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് മീൻസ് ക്ലിയർ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേക്കൻസി ഒരുപാടുണ്ടാവും. വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വാ, ഞാൻ തന്നെ ജോലി വാങ്ങിച്ചുതരാം, ഉറപ്പ്. അത്ര ഗ്യാരണ്ടിയോടെ ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പൊ അതായത് എന്തുവാ, സ്റ്റാർട്ടിങ്ങിൽ അതായത് പാസ്സായി കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഇല്ലാതെ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഒരു 40K പ്രതീക്ഷിക്കാം. ഓക്കെ, ഇൻ 2 years കഴിയുമ്പോഴേക്കും 2 years എക്സ്പീരിയൻസ് ഒക്കെ കഴിയുമ്പോഴേക്കും അതൊരു 70 to 90K to 1 lakh അങ്ങനെയൊക്കെയാണ് ഒരു ആവറേജ് ആയിട്ട് പോകുന്ന ഒരു സാലറി എന്ന് പറയുന്നത്. ഒരുപാട് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇൻ ക്രോർസ് ഏൺ ചെയ്യുന്ന കമ്പനി സെക്രട്ടറീസും ഉണ്ട്. ലിസ്റ്റ് നിങ്ങൾക്ക് നെറ്റിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും.
ഇൻ ക്രോസ് ഏൺ ചെയ്യുന്ന കമ്പനി സെക്രട്ടറീസും ഉണ്ട്. ഇത് ജസ്റ്റ് ആവറേജ് ആയിട്ട് പോകുന്ന ആൾക്കാരുടെ സാലറി ഞാൻ ഈ പറഞ്ഞു. ഇൻക്ലൂഡിങ് ഇപ്പൊ ഞാന് ഈ പറയുന്നത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ ക്ലിയർ ചെയ്തു, ഡൽഹിയിൽ പോയി തിരിച്ചു വന്നു. 2 വർഷമായി എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ പഠിക്കാൻ പോയതാ. ആ സമയത്ത് എനിക്ക് വന്ന വേക്കൻസീസ് 65 to 75 എനിക്ക് ഇങ്ങോട്ട് കോഴ്സ് വന്നിട്ടുണ്ട്. CS ആയതുകൊണ്ട് തന്നെ ജാട കാണിച്ചു പോകാത്തതാണ്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ അപ്പോഴേക്കും ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി, പ്രാക്ടീസിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. അപ്പൊ ഈ റേഞ്ചിലെ എനിക്കൊരു 2.5 years ബാക്ക് എനിക്ക് വന്ന സാലറി ഓഫേഴ്സ് വന്നു. ഓക്കെയാണോ? ഓക്കെ, വേറെ എന്തേലും? സാർ ട്രെയിനിങ് ട്രെയിനിങ്ങിന്റെ എല്ലാം ഞാൻ പറയണം. ഞാൻ ഇതുണ്ട്, PPT കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഞാനിപ്പോ അടുത്തതാ പറയാൻ പോകുന്നത്. കോഴ്സിനെ കുറിച്ച് അടുത്ത പറയാൻ പോകുന്നത്. വേറെ എന്തെങ്കിലും അറിയണോ? ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്കിനി കോഴ്സിന്റെ കാര്യങ്ങളിലേക്ക് പോകാം, ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് പോകാം. ട്രെയിനിങ് മാത്രമല്ല, 3 സ്റ്റേജസിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, CS എന്ന കോഴ്സ് ആക്ച്വലി പറഞ്ഞ 3 സ്റ്റേജസ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, ഒന്ന് CSEET, അതായത് നമ്മുടെ എൻട്രൻസ് ആണ്. CSEET എന്ന് പറഞ്ഞാൽ CS-ന്റെ കോഴ്സിലേക്ക് വരുന്ന എൻട്രൻസ് ടെസ്റ്റ് ആണ്. ആ എൻട്രൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ CS-ന്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് CS പ്രൊഫഷണൽ കോഴ്സ്, അതാണ് ഫൈനൽ കോഴ്സ്. ഓക്കെ, CS പ്രൊഫഷണൽ പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, +2 പാസ്സായി കഴിയുന്നവർക്ക് നേരെ CS-ലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. ഫസ്റ്റ് CSEET എന്നുള്ള എൻട്രൻസ് ടെസ്റ്റ് എഴുതുക. അത് ക്ലിയർ ചെയ്തതിനു ശേഷം എക്സിക്യൂട്ടീവ് പാസ് ആവുക. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ എക്സാം ക്ലിയർ ചെയ്യുക. ഇതാണ് ആ സ്റ്റേജസ്. ഓക്കെ, ഇനി നമ്മൾ CMA ക്വാളിഫൈഡ് ആയി, CMA-യിലെ മെമ്പർ ആയി, അതല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയി, അതും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നവരാണെങ്കിൽ, ഡിഗ്രി എന്ന് പറയുമ്പോൾ UG ആവാം, PG ആവാം, ഏതോ ആവട്ടെ, ഈ കോഴ്സസ് എന്തെങ്കിലും കഴിഞ്ഞിട്ട് വന്നവരാണെങ്കിൽ എൻട്രൻസ് എഴുതാതെ തന്നെ നമുക്ക് ഡയറക്ട്ലി എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. എക്സിക്യൂട്ടീവ് ക്ലിയർ ചെയ്യുക, അവിടെ നേരെ പ്രൊഫഷണൽ, അത് കഴിഞ്ഞ് മെമ്പർഷിപ്പ്. അത് കഴിഞ്ഞ് നമുക്കൊരു ട്രെയിനിങ് ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് തന്നെ ഒരു 2 years ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. അതിനെക്കുറിച്ച് പറയാം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയില് കമ്പനി സെക്രട്ടറിയുടെ കീഴില് 2 വർഷം ട്രെയിനിങ് ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം, ഏതെങ്കിലും ഒരു പ്രാക്ടീസിങ് CS-ന്റെ കീഴില് 2 വർഷം ട്രെയിനിങ്ങിന് പോവാം. ഈ 2 വർഷം ട്രെയിനിങ് പീരീഡും ഉണ്ടാവും. ചുരുക്കത്തിൽ പറഞ്ഞ ക്വാളിഫൈഡ് ആവുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല പ്രാക്ടിക്കലി എക്സ്പീരിയൻസും ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കിടിലമായിട്ടാണ് പുറത്തിറക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ 3 സ്റ്റേജസ് ആണ്. ഡിഗ്രി അല്ലെങ്കിൽ CA CMA കഴിഞ്ഞവർക്ക് ഡയറക്ട്ലി എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ ആണോ? ഇനി CSEET കുറിച്ച് കുറച്ചുകൂടെ പറയാം. ഓക്കെ, CSEET-യില് 4 സബ്ജക്ട്സ് പ്ലസ് ഒരു വൈവ, ഇത്രയും ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. CSEET എൻട്രൻസ്. ഓക്കെ, MCQ ടൈപ്പ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 4 സബ്ജക്ട്സ് ഇതൊക്കെയാണ്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പഠിച്ചതായിരിക്കും അല്ലെ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട്. രണ്ടാമത് ലീഗൽ ആറ്റിറ്റ്യൂഡ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് ഇത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് മാത്സ്. ഓക്കെയാണോ? അത് കഴിഞ്ഞ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ്, പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ്. ഈ ആദ്യത്തെ 3 ടോപ്പിക്സിന് 50 മാർക്ക് വെച്ചും കറണ്ട് അഫയേഴ്സിന് 20 ആൻഡ് വൈവ വോയിസ് പ്രസന്റേഷൻ, അതായത് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വൈവ വോയിസ്. ഓക്കെ, അതിനൊരു 30 മാർക്സ് ഉണ്ടാവും. ഓക്കെ, ഇത്രയുമാണ് CSEET-യുടെ ടോപ്പിക്സ്. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാല് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം 2 ഗ്രൂപ്പ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2. മൊഡ്യൂൾ 1-ലെ സബ്ജക്ട്സ് ഒന്ന് നോക്കിയേ. ഞാൻ വെറുതെ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾ തന്നെ വായിച്ചു. സബ്ജക്ട്സ് ഒന്ന് നോക്കിയേ. കമ്പനി ലോ ഉറപ്പായിട്ടുണ്ട്, ഞാനിപ്പോ കാണിച്ചില്ല, ആക്ട് പഠിക്കണം. പിന്നെ 2 സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ്സസ് ആൻഡ് ക്ലോഷർ. ഒരു ബിസിനസ്, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ക്ലോസിംഗിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. വെറുതെ ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ക്ലോസിംഗ് പ്രൊസീജിയർ എന്താണ്? ജൂറിസ്പ്രൂഡൻസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ജനറൽ ലോസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോടതികൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് പഠിക്കാമെന്ന്.
പറഞ്ഞില്ലേ, അത് പഠിക്കുന്ന ടോപ്പിക്. പിന്നെ ഉറപ്പായിട്ടും ടാക്സ് ലോസ് പഠിക്കാനുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പിനകത്ത് കോർപ്പറേറ്റ് മാനേജ്മെന്റ്, അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് കോൺസെപ്റ്റ്സ്, സെക്യൂരിറ്റീസ് ലോ, നമ്മുടെ ഈ എന്തുവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഷെയർ മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ്, ലിസ്റ്റിംഗ് കേട്ടിട്ടില്ലേ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ നിയമങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കാ. പിന്നെ എക്കണോമിക് ആൻഡ് ബിസിനസ് കൊമേഴ്ഷ്യൽ ലോസ്, ഫാക്ടറീസ് ആക്ട്, ഒരു കമ്പനി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ നിയമങ്ങൾ ഈ ടോപ്പിക്കിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, 2 ഗ്രൂപ്പ്സില് 4 പേപ്പേഴ്സ് വെച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതില് എക്സാം എഴുതുമ്പോ ഓരോ പേപ്പറിനും ഔട്ട് ഓഫ് 100 ഓരോ പേപ്പറിനും 40 മാർക്ക് വെച്ച് വേണം, 40. ഓക്കെ ആണോ? എന്നാൽ ഈ 4 പേപ്പറും കൂടി കൂട്ടുമ്പോ ഔട്ട് ഓഫ് 400 നമുക്ക് 200 അബോവ് മാർക്സും വേണം. ഈ 2 ക്രൈറ്റീരിയയും കൂടെ മറികടന്നാൽ മാത്രമേ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ക്ലിയർ ചെയ്തു. നിങ്ങൾക്ക് ഗ്രൂപ്പ് വൈസ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതർ മൊഡ്യൂൾ 1 ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ മൊഡ്യൂൾ 2 ക്ലിയർ ചെയ്യാം. ഇതിൽ ഏത് എക്സാം വേണോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് എഴുതാനും പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഇത് ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മൊഡ്യൂൾ 1 ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4 പേപ്പേഴ്സിന് നിങ്ങൾക്ക് 40 മാർക്ക് വേണം. ഈ 4 പേപ്പേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 200 മാർക്സും വേണം. മനസ്സിലായോ? 45 മാർക്സ്, 55 മാർക്സ്, 60 മാർക്സ്, 45 മാർക്സ്. അങ്ങനെ 4ഉം 40ന് മുകളിൽ വന്നു, 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 200 വന്നു. അങ്ങനെ ഗ്രൂപ്പായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഞാൻ ക്ലിയർ ചെയ്തത് ആദ്യം ഗ്രൂപ്പ് 1 എഴുതി, തോറ്റു. വീണ്ടും ഗ്രൂപ്പ് 1 എഴുതി, അല്ല രണ്ടാമത് ഞാൻ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം കൂടെ എഴുതി, ഒരെണ്ണം കിട്ടി, ഗ്രൂപ്പ് 1 കിട്ടി. മൂന്നാമത് ഞാൻ വീണ്ടും മൊഡ്യൂൾ 2 എഴുതി, അത് കിട്ടി. അങ്ങനെ 2 ഞാൻ ക്ലിയർ ചെയ്തു. എന്റെ എക്സാമ്പിൾ പറഞ്ഞു. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഗ്രൂപ്പായിട്ടാണ് പാസ് ആവുന്നതെന്ന് പറഞ്ഞ കാര്യം ഒന്ന് അറിയിക്കാവോ പ്ലീസ്? അറിയിക്കാവോ? ഓക്കെ, ഓക്കെ, ഫൈൻ. എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അപ്പൊ തന്നെ വേണമെങ്കിൽ ട്രെയിനിങ് ജോയിൻ ചെയ്യാം. 2 വർഷത്തെ ട്രെയിനിങ്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനി സെക്രട്ടറിയുടെ അടുത്ത് പോയി ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയുടെ കീഴിലും ജോലി ചെയ്യാം. ആ സമയത്ത് എത്ര സാലറി കിട്ടുമെന്ന് ചോദിച്ചാല് സാലറി ബേസിക്കലി കുറവായിരിക്കും. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 6,000 7,000 മുതൽ 25,000 30 വരെ കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് 1,500 ആയിരുന്നു, അല്ല 2,500 ആയിരുന്നു. ഓക്കെ, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു മിനിമം ബേസ് ഒരു 6,000 7,000 മുതൽ 30,000 വരെ കിട്ടുന്നുണ്ട്. ഓക്കെയാണോ? അന്ന് അത്രയും മതിയായിരുന്നു. പിന്നെ ഒരു ലോ പോലെ 6,000 മിനിമം എങ്കിലും വേണം എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു 2 ഇയേഴ്സ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞിട്ട് ഗതി മാറും. ഓക്കെയാണോ? ശരി. CS പ്രൊഫഷണൽ, എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സ് 3 മോഡ്യൂൾസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഗ്രൂപ്പില്ലേ, പ്രൊഫഷണൽ കോഴ്സിൽ 3 മോഡ്യൂൾസ്, ഓരോ മോഡ്യൂളിലും 3 പേപ്പർ വെച്ചിട്ട്. അവിടെയും നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആണ്. അതായത് ഓരോ പേപ്പറിനും 40 മാർക്സ്, 3 പേപ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 50%. ഓക്കെയാണോ? 50% വേണം. അങ്ങനെ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റത്തുള്ളൂ. ഓക്കെയാണോ? ഇൻ കേസ് ഇപ്പോ എന്തുവാ ഗവർണൻസ്, ഈ ഒരു പേപ്പറിന് നിങ്ങൾക്ക് 40 ഇല്ല, 38 ഉള്ളൂ. ഇത് രണ്ടിനും നിങ്ങൾക്ക് 60 അബവ് കിട്ടി, എന്നാലും ഈ ഗ്രൂപ്പ് ഫുള്ളി ഒന്നുകൂടെ എഴുതേണ്ടി വരും. ദാറ്റ്സ് ഫൈൻ. 3ഉം പഠിച്ചാൽ ഉറപ്പായിട്ടും ക്ലിയർ ആവും. അതൊന്നും കേട്ട് പേടിക്കൊന്നും വേണ്ട. നല്ല ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ക്ലിയർ ആവും. റിവൈസ് ചെയ്ത് പഠിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? അതുപോലെ ഗ്രൂപ്പ് 2 സെക്രട്ടറിയൽ ഓഡിറ്റ്. ഇതിന്റെ ടോപ്പിക്സിനെ കുറിച്ച് ഞാൻ ഇപ്പൊ അധികം പറയുന്നില്ല. ജസ്റ്റ് ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വായിച്ചിരിക്കാം. ഓക്കെ. ഗ്രൂപ്പ് 3 കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. നോക്കിയേ, ഗ്രൂപ്പ് 3 അത് 3 പേപ്പേഴ്സ് തന്നെയാണ്. അതില് കോർപ്പറേറ്റ് ഫണ്ടിങ് ആൻഡ് ലിസ്റ്റിംഗ്. ഈ നമ്മുടെ ഈ കമ്പനീസ് പബ്ലിക് ഇഷ്യൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പബ്ലിക് ഇഷ്യൂ ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ ലിസ്റ്റ് ചെയ്യുന്നതിന് കുറെ കണ്ടീഷൻസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് പഠിക്കുന്നുണ്ട്. അതുപോലെ പല കേസ് ലോസ്, പല സബ്ജക്ട്സിൽ നിന്നും പല കേസ് ലോസിന്റെ ഒരു ഓപ്പൺ ബുക്ക് എക്സാം ഉണ്ട്. എന്തോ ഓപ്പൺ ബുക്ക് എക്സാം? ബുക്ക് കൈ തരും, ബുക്ക് നോക്കി ഉത്തരം കണ്ടെത്തുക. അത്ര ഈസിയുള്ള കാര്യമല്ല, ഈസി ആയിട്ടുള്ള കാര്യമല്ല. ബുക്ക് കൈ തരും, തുറന്ന് ആൻസർ എഴുതുക എന്നുള്ളത്. അതും നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ടോപ്പിക് നന്നായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ടോപ്പിക് ഒക്കെ നല്ല രീതിയിൽ പ്രൊഫഷണൽ കോഴ്സ് എത്തുമ്പോഴേക്കും ഇതൊക്കെ നല്ല
ഹാൻഡി ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, കൂടാതെ ഒരു പേപ്പർ കൂടെ ഉണ്ട്. ഏതാ നോക്കിയേ, ഇത് ഓപ്ഷണൽസ് ആണ്. മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഓപ്ഷണൽസ് ആണ്. അതായത് വാല്യുവേഷൻ ആൻഡ് ബിസിനസ് മോഡലിംഗ്, ബാങ്കിങ് ലോസ്, ഫോറൻസിക് ഓഡിറ്റ്, ഇൻഷുറൻസ് ലോ, ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, ഓപ്റ്റ് ചെയ്തിട്ട്, അതാണ് ഈ ഓപ്പൺ ബുക്ക് കേട്ടോ, ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്തിട്ട് ആ സബ്ജക്ട് മാത്രമായിട്ട് പഠിക്കാം. അതിനാണ് ഈ ഓപ്പൺ ബുക്ക് എക്സാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത് നമുക്ക് എലക്റ്റീവ് പേപ്പറാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ നമുക്ക് ആ ടോപ്പിക്ക് മാത്രം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നു. ഒറ്റ സബ്ജക്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. ഇവിടെയും ഗ്രൂപ്പായിട്ട് തന്നെ ക്ലിയർ ചെയ്യണം. നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ആപ്ലിക്കബിൾ ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഈ 3 എക്സാംസും 3 സ്റ്റേജസും നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ 3 ഇയേഴ്സ്, 3.5 ഇയേഴ്സ്, 3.5 വർഷത്തിൽ ക്ലിയർ ചെയ്ത് പോവാം. ആ 3.5 വർഷത്തിൽ ക്ലിയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പോ ഒരു PG എടുക്കുകയാണെങ്കിൽ നോക്കിയേ, 3 വർഷം ഡിഗ്രി, അത് കഴിഞ്ഞ് 2 വർഷം, 5 വർഷം. PG എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലി നോക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? നിങ്ങൾ ബുദ്ധിമുട്ടെന്നല്ല, എല്ലാ കോഴ്സിനും അതിൻ്റെതായ വിലയുണ്ട്, അങ്ങനെയല്ല. പക്ഷെ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ആസ് കറന്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഉള്ള സ്കോപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? നേരെ ഡയറക്ട്ലി നിങ്ങൾക്ക് ബോർഡ് ലെവൽ പൊസിഷനിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം. നല്ല സ്കോപ്പും ഉണ്ട്, ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആണ് അല്ലെ? ശരി, ഓക്കെ, ഫൈൻ. പ്രീ മെമ്പർഷിപ്പ് ട്രെയിനിങ് ഉണ്ട്. അതായത് നമ്മൾ ഈ ക്വാളിഫൈഡ് ആയി 3 എക്സാംസും ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് 2 വർഷം അല്ലെ, 2 വർഷത്തെ ഈ ട്രെയിനിങ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരത്തുള്ളൂ. ഈ പഠിക്കുന്നതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫൈനൽ കോഴ്സ്, പ്രൊഫഷണൽ കോഴ്സ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ട്രെയിനിങ് ചെയ്യാം. ഓക്കെ, ഈ ട്രെയിനിങ് എക്സാമും കഴിഞ്ഞ് നമ്മുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ MSOP എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ പോയി പഠിക്കാനൊക്കെ പറ്റുന്നത്. ഓക്കെ, ഇന്ത്യയിലുള്ള വലിയ വലിയ കമ്പനീസിൽ പോയി കുറച്ച് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടെ CS ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഈ CSET എക്സാംസ് ആക്ച്വലി പറഞ്ഞ വർഷത്തിൽ 4 പ്രാവശ്യം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മെയിലും ജൂലൈയിലും ഉണ്ട് എക്സാം. അതുപോലെ തന്നെ നവംബർ ജാനുവരിയിലും CSET എക്സാം നടക്കുന്നുണ്ട്. CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാം വന്നിട്ട് CS എക്സിക്യൂട്ടീവ് ആയാലും പ്രൊഫഷണൽ ആയാലും 2 എക്സാംസ് ആണ് നടത്തുന്നത്. ജൂണിലും ഡിസംബറിലും ആയിട്ടാണ് എക്സാംസ് നടത്തുന്നത്. ഓക്കെ ഓക്കെ, രജിസ്ട്രേഷന്റെ വാലിഡിറ്റി, അതായത് CSET പ്രോഗ്രാമിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എക്സാമിനും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇപ്പൊ ആദ്യം ഈ വർഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, ആ എക്സാമിനുള്ള രജിസ്ട്രേഷനാണ്. അടുത്ത വർഷം വീണ്ടും എഴുതേണ്ട അവസ്ഥ വരത്തില്ല. വന്നാൽ 1000 രൂപ ചെലവാക്കി ഒന്നും കൂടെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. പക്ഷെ എക്സിക്യൂട്ടീവ് പ്രൊഫഷണൽ പ്രോഗ്രാംസിന്റെ രജിസ്ട്രേഷന് 5 വർഷം വാലിഡിറ്റി ഉണ്ട്. നിങ്ങൾ വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം നിങ്ങൾക്ക് അതിൽ തന്നെ തുടരാം. എക്സാം എഴുതിക്കൊണ്ടേ ഇരിക്കുന്നില്ല, ഇത് ഞാൻ എടുക്കത്തില്ല ഈ ടോപ്പിക്. അതായത് എഴുതിക്കൊണ്ടേ ഇരിക്കാം എന്ന് ഞാൻ പറയാൻ പാടില്ലല്ലോ. 5 വർഷം വരെ രജിസ്ട്രേഷന് സമയം, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സമയമുണ്ട്. ഓക്കെ ആണോ? 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ റീ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഡിനോവോ രജിസ്ട്രേഷൻ എന്ന് പറയാം. ഈ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാമല്ലോ അല്ലേ? അപ്പൊ 1 ടൈം രജിസ്ട്രേഷൻ മതി എന്ന് തന്നെ അങ്ങ് തീരുമാനിക്കാം. ഓക്കെ, ക്വാളിഫയിങ് മാർക്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് ഉറപ്പായിട്ടും CS-ന്റെ കൂടെ BCom ചെയ്യാം, അതുപോലെ തന്നെ MCom ചെയ്യാം. IGNOU യൂണിവേഴ്സിറ്റിയുടെ BCom-നും MCom-നും ഒരുപാട് എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. 4 സബ്ജക്ട് എഴുതിയാൽ മതി MCom-ന്. സത്യം, IGNOU-ന്റെ അടുത്ത ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ പോയി അന്വേഷിച്ചാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. അവിടുത്തെ ബുക്സ് കിട്ടും. 4 ബുക്സ് എഴുതിയാൽ മതി, 4 ടോപ്പിക്സ് എഴുതിയാൽ മതി, നിങ്ങൾക്ക് MCom കയ്യിലിരിക്കും. ഓക്കെ, ഇന്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് BCom എഴുതാം. BCom-ന് ഇതേപോലെ 4 പേപ്പേഴ്സ് എഴുതി, 4-5 പേപ്പേഴ്സ് എഴുതി എക്സംഷൻ കിട്ടും, ഡിഗ്രി കയ്യിൽ കിട്ടും. അപ്പൊ ഉറപ്പായിട്ടും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സിന്റെ കൂടെ വേണമെങ്കിൽ, അത് ഞാൻ പറയത്തില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് IGNOU-ന്റെ BCom-ഉം MCom-ഉം 1, 2, 4 പേപ്പേഴ്സ് എഴുതി MCom-ഉം BCom-ഉം കയ്യിലിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ CS ജോയിൻ കിട്ടിക്കഴിഞ്ഞാൽ, ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിപ്പോ ഒരു PG പോലെയാണെന്ന് പറഞ്ഞു അല്ലെ? PG പോലെ എന്നല്ല, PG അംഗീകരിച്ച സംഭവം. അതായത് CS കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ വേണമെങ്കിൽ ഡോക്ടറേറ്റ്, PhD ചെയ്യാനായിട്ട് പോവാം. PhD അപ്രൂവ്ഡ് ആണ്. അതുപോലെ വേറെയുണ്ട്, നമ്മുടെ UPSC ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ UPSC-ക്കകത്തും എന്ത് എഴുതിയിട്ടുണ്ട്,
CA, CS, CMA ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നേരെ അറ്റൻഡ് ചെയ്യാം. ഡിഗ്രി വേണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. CS ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് UK-യിലും കാനഡയിലും ഒക്കെ അവരുടെ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. CS-ന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചാർട്ടേഡ് സെക്രട്ടറി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ഫോറിൻ കൺട്രീസിലെ ചാർട്ടേഡ് സെക്രട്ടറി എക്സാമിനും കുറെ എക്സംഷൻസ് ഉണ്ട്. ഔട്ട് ഓഫ് 20 പേപ്പേഴ്സ് നിങ്ങൾ 4 പേപ്പർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് UK-യിലെ ചാർട്ടേഡ് സെക്രട്ടറി ആവാം. കമ്പനി സെക്രട്ടറി അതേ പൊസിഷൻ, അവിടെയും ബോർഡ് ലെവൽ പൊസിഷൻ ആണ്. ഓക്കെയാണോ? ഒരുപാട് എക്സംഷൻസ് ഉണ്ട്. ഔട്ട് ഓഫ് 20 പേപ്പേഴ്സ് 4 എഴുതി കഴിഞ്ഞാൽ UK-യിലും കാനഡയിലും അത് തന്നെയാണ്. ഔട്ട് ഓഫ് 20 സം പേപ്പേഴ്സ് നിങ്ങൾക്ക് 4-5 പേപ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവും. ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ, ഇവിടെ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾ നേരെ പ്രാക്ടീസിംഗിലേക്ക് പോവുകയാണെങ്കിൽ എന്താ നടക്കുന്നത്? പ്രാക്ടീസിംഗിൽ പോവുകയാണെങ്കിൽ പല കമ്പനീസും നിങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ വർക്ക്സ് നിങ്ങളെ ഏൽപ്പിക്കും അല്ലെ. പല കമ്പനീസിനും ഇതേപോലെ തന്നെ സെക്ഷൻ 204 അനുസരിച്ച് സെക്രട്ടേറിയൽ ഓഡിറ്റ് ചെയ്യണം. അതായത് ഈ കമ്പനിയിൽ കമ്പനീസ് ആക്ട് പറയുന്ന അല്ലെങ്കിൽ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് പറയുന്ന നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സെക്രട്ടേറിയൽ ഓഡിറ്റ് നമ്മളാ ചെയ്യുന്ന പ്രാക്ടീസിങ് CS-കാരാ. അപ്പൊ നിർബന്ധമായും ചില കമ്പനീസിന് സെക്രട്ടേറിയൽ ഓഡിറ്റ് ചെയ്യണം. അതിനവര് പ്രാക്ടീസിങ് CS-ന്റെ അടുത്താ വരുന്നത്. അതുപോലെ തന്നെ കമ്പനീസിന്റെ ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനീസ് രജിസ്റ്റർ ചെയ്യുന്ന റിലേറ്റ് ചെയ്തിട്ട്, അതല്ലാതെ പല പല ഫയലിങ്സ്, കമ്പനി റിലേറ്റ് ചെയ്ത് ഒരുപാട് ഫയലിങ്സ് ഉണ്ട് മിനിസ്ട്രിക്ക്. ഇതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് പ്രാക്ടീസിങ് സെക്രട്ടറീസ്, കമ്പനി സെക്രട്ടറീസിന്റെ അടുത്ത് കമ്പനീസ് വരുന്നുണ്ട് ക്ലയൻസ് ആയിട്ട്. അതും ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്. ഇപ്പോ ട്രിവാൻഡ്രത്ത് തന്നെ ഇൻക്ലൂഡിങ് മൈസെൽഫ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാല് ഞാൻ മെയിൻലി ഫാക്കൽറ്റിയാണ്. ഞാൻ 3 പ്രൊഫഷണൽ കോഴ്സിന്റെ ഫാക്കൽറ്റിയാണ്. മെയിൻലി ഞാൻ ഇൻറ്റു ടീച്ചിങ് ഫീൽഡാണ്. ഓക്കെ, അപ്പൊ ഇൻക്ലൂഡിങ് മൈസെൽഫ് ട്രിവാൻഡ്രത്ത് ഒരു 30 കമ്പനി സെക്രട്ടറീസ് ഉണ്ടാവും പ്രാക്ടീസിങ്. അത്രേ ഉള്ളൂ. എന്നെയും കൂടെ കൂട്ടി മാക്സിമം ഒരു 30 പേരുണ്ടാവും ട്രിവാൻഡ്രം മൊത്തത്തിൽ. ഐ തിങ്ക് ഇറ്റ്സ് 25 സംതിങ്, അങ്ങനെ എന്തോ ആണ്. മനസ്സിലായോ? അപ്പൊ തീരെ ആള് കുറവാ പ്രാക്ടീസിങ്ങിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ബിസിനസ് ആയിട്ട് തന്നെ കണ്ട് പ്രാക്ടീസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെയാണോ? ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്നൊരു പ്രൊഫഷനും കൂടെ ഉണ്ട്. നമ്മുടെ ഈ CA, CS ഒക്കെ ക്വാളിഫൈഡ് ആവുന്നവർക്ക് ഇൻസോൾവൻസി പ്രൊഫഷണൽ ആവാൻ പറ്റും. അതായത് ഇൻസോൾവെന്റ് ആയ കമ്പനീസ് അല്ലേ, നഷ്ടത്തിൽ പോയ കമ്പനീസ്, അവരെ റിവൈവ് ചെയ്യാൻ, അതായത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. ഓക്കെ, അതായത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഒരു കമ്പനി ഇൻസോൾവെന്റ് ആയി നഷ്ടത്തിലേക്ക് പോയിരിക്കുവാണ്. ഓക്കെ, ഈ കമ്പനിയെ റിവൈവ് ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? റിവൈവ് ചെയ്യാൻ മെത്തേഡ് ഉണ്ടെങ്കിൽ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് റിവൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കമ്പനിയെ വൈൻഡ് അപ്പ് ചെയ്ത് കളയും. ഈ കമ്പനി പൂട്ടിക്കെട്ടും. ഓക്കെ, ഈ പ്രൊസീജിയർ, അതായത് കമ്പനിയെ റിവൈവ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ അതിനെ വൈൻഡ് അപ്പ് ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞൊരു നിയമത്തിനകത്ത് പറയുന്നത്. ഓക്കെ, ആ നിയമത്തിനകത്ത് പറയുന്നു ഇത് റിവൈവ് ചെയ്യാനും കമ്പനീസിനെ വൈൻഡ് അപ്പ് ചെയ്യാനും ഇൻസോൾവൻസി പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ആവണമെങ്കിൽ എന്ത് വേണം? CS, CA, CMA മെമ്പർ ആയിരിക്കണം. ഓക്കെ ആണോ? ഇപ്പൊ CS-ന്റെ നിങ്ങൾ മെമ്പർ ആയി കഴിഞ്ഞാൽ IBBA എന്ന് പറഞ്ഞ ബോർഡ് എഴുതുന്ന ഒരു എക്സാം, 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അത് കുറച്ച് സമയം കഴിയും, എനിക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസോൾവൻസി പ്രൊഫഷണൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ആ സ്കോപ്പ് ആലോചിച്ച് നോക്കി. അവിടെ ഇപ്പൊ ഒരു കമ്പനിയുടെ നെറ്റ്വർത്ത് 500 കോടിയാണെന്ന് വെച്ചോ. 500 കോടി നെറ്റ്വർത്ത് ഉള്ള കമ്പനിയുടെ ഇൻസോൾവൻസി പ്രൊഫഷണലിന് നെറ്റ്വർത്തിന്റെ പെർസെന്റേജ് ആ കമ്മീഷൻ കിട്ടുന്നത്. അതായത് 500 കോടിയുടെ 1% എടുത്തു നോക്കിയേ എത്ര വരുന്നു. നിയമപ്രകാരം ഇൻസോൾവൻസി പ്രൊഫഷണൽ അപ്പോയിന്റ് ചെയ്യണം. ഇൻസോൾവൻസി പ്രൊഫഷണൽ ആരാ? CA, CA, CMA സോറി. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയും പല പല രീതിയിൽ നിങ്ങൾക്ക് സ്കോപ്പ് ഒത്തിരി ഉണ്ട്. ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഫഷൻ, അതായത് CS എന്നുള്ള പ്രൊഫഷൻ കിട്ടി കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വൈഡ് റേഞ്ച് ഓഫ് സ്കോപ്പ് ആണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറി മാറി പോകാൻ പറ്റും. ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. ഇതുവരെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. ചോദിച്ചോടാ, ഉറങ്ങിയാടോ എവിടെ? അബ്രോഡ് പോകാൻ പറ്റും അമൽ, അതാ ഞാൻ പറഞ്ഞേ. ഇപ്പോ എന്തുവാ ഇവിടത്തെ മെമ്പറായി, ഇവിടെ നിങ്ങളുടെ കമ്പനി സെക്രട്ടറി ആയി. ഓക്കെ, UK, കാനഡ, അങ്ങനെ ഒരുപാട് രാജ്യം, ഓസ്ട്രേലിയ, അങ്ങനെ കുറെ സ്ഥലങ്ങളില് CS അവിടത്തെ, ഇവിടെ ഇപ്പൊ ICSI അല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഇല്ലേ, അതുപോലെ അവിടെ ചാർട്ടേഡ് സെക്രട്ടറീസ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അവരും ഇതേപോലെ കോഴ്സസ് നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാല് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ 20 പേപ്പറുള്ള സബ്ജക്റ്റിന് കോഴ്സിന് നിങ്ങൾക്ക് 4 പേപ്പർ എഴുതിയാൽ മതി. എക്സംഷൻസോടുകൂടി 4 പേപ്പർ എഴുതി അവിടുത്തെ ചാർട്ടേഡ് സെക്രട്ടറി ആയി അവിടുത്തെ ബോർഡ് ലെവൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ അതിനും നമുക്ക് എക്സംഷൻസ് ഉണ്ട്. 16-17 പേപ്പേഴ്സ് എക്സംഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. ചാർട്ടേഡ് സെക്രട്ടറീസ് കാനഡ, അവിടുത്തെ സാലറിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് സെർച്ച് ചെയ്താൽ മതി, ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. നല്ല വലിയ സാലറി. ഓക്കെ ആണോ? അബ്രോഡ് പോകാൻ പറ്റും. ഓക്കെ, നെഗറ്റീവ് സൈഡ്. നെഗറ്റീവ് സൈഡ് പറയുമ്പോ നെഗറ്റീവ് സൈഡ് കുറച്ച് ആലോചിക്കണം. അതായത് വേറെ ഒന്നല്ലടാ, ഏതായാലും നിങ്ങൾക്ക് ഞാൻ അതും കൂടെ പറയാം. നിങ്ങൾ ആലോചിച്ച് ഇഷ്ടമുള്ള കോഴ്സസ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ് കംപ്ലയൻസ്, ബോർഡിനെ അഡ്വൈസ് ചെയ്യാം, നമ്മൾ പറയുന്നതെല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിക്കും, നമ്മൾ പറയും നമ്മുടെ അഡ്വൈസസ് എടുത്തിട്ട് ഓരോ ആക്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ നല്ല ഹൈലി പൊസിഷനാണ്. അപ്പൊ ഹൈ പൊസിഷനാണ്. ഇതിൽ നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ മേ ബി നെഗറ്റീവ്സ് എല്ലാത്തിനും ഉണ്ട്. മേ ബി ചിലപ്പോൾ ചില കമ്പനീസിൽ പോകുമ്പോ അവിടുത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലാവണമെന്നില്ല. ചില കമ്പനീസ് ചിലപ്പോൾ കമ്പനി സെക്രട്ടറീസിനെ ആ രീതിയിൽ കാണാതെ വന്നേക്കാം. അത് അവിടുത്തെ ഓരോ കമ്പനി വൈസ് ഇരിക്കും നെഗറ്റിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. കമ്പനി ഡീൽ ചെയ്യുന്ന പോലെ ഇരിക്കും. അതാണ് മെയിൻ നെഗറ്റീവ്. വേറെ വലിയ നെഗറ്റിവിറ്റി എന്ന് പറയാനായിട്ട് ഒന്നുമില്ലടാ. അങ്ങനെ ഇതാ മെയിൻ ആയിട്ട്. നിങ്ങൾ പോകുന്ന കമ്പനിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ you can easily change the company. Negativities is based on you. ഓരോ ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചിരിക്കും നെഗറ്റിവിറ്റീസ്. ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്, അത്രേ ഉള്ളൂ. നെഗറ്റിവിറ്റി മെയിൻ ആയിട്ട് വേറൊരു കാര്യം, മടുപ്പ് തോന്നരുത്, പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ ഇത് പഠിക്കാനുള്ള ഒരു എന്തൂസിയാസത്തോടെ പഠിക്കണം, അത്രേ ഉള്ളൂ. ശനിബ, കറന്റ്ലി ഞാൻ ഡിഗ്രി ചെയ്യുന്നുണ്ട്. CSET പാസ്സാണ് ഇന്നലെ. സോ ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഇയേഴ്സ് എടുക്കും? CSET ക്ലിയർ ചെയ്തായിരുന്നോ? യെസ്, യെസ്റ്റർഡേ. ഓക്കെ, 3 years, 3.5 years എടുക്കും ശനിബ. കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്ത് പോകാനുള്ള എല്ലാ സഹായങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സഹായം മീൻസ് നിങ്ങൾ വേറെ ഒന്നുമല്ലടാ, ഓരോ ടെക്സ്റ്റും 4-5 പ്രാവശ്യം റിവൈസ് ചെയ്യുന്ന അതിന്റെ ഹെൽപ്പ് എല്ലാം കിട്ടുന്നു, നിങ്ങൾക്ക് തരുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയാൽ ഒരു 3.5 years നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. 3.5 years. ഓക്കെയാണോ ശനിബ? ഓക്കെ, വേറെ എന്തെങ്കിലും? വേറെ ഒന്നുമില്ല. ഓക്കെ, ഫൈൻ. ശരി എടാ, നമ്മുടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരു ഇഷ്യൂ ഞാൻ പറഞ്ഞുതരാം. UAE അബ്രോഡ് ലിസ്റ്റിൽ പെടും. UAE ആക്ച്വലി ഇപ്പൊ ഇല്ല, പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ സ്കോപ്പ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല സ്ഥലങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ബ്രാഞ്ചസും പല സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആസ് ഓഫ് നൗ UAE ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. വേണമെങ്കിൽ കൂടുതലൊന്ന് എൻക്വയറി നടത്തിയിട്ട് അറിയിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോട് ചോദിച്ചാൽ മതി, നമ്മുടെ അതിലേക്ക് പറഞ്ഞു തരും എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാര്യം. എന്റെ ഒരു നോളജ് വെച്ചിട്ട് UAE ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും, അതായത് നമ്മുടെ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ചാർട്ടേഡ് സെക്രട്ടറി, കമ്പനി സെക്രട്ടറി പ്രൊഫഷനെ കുറിച്ച് അധികം വ്യക്തമല്ല. ഓക്കെ, ശരി. എടാ, ഞാന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നെഗറ്റിവിറ്റി ചോദിച്ചല്ലോ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫേസ് ചെയ്തിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാല്, നമുക്ക് ഓരോ സബ്ജക്റ്റിനും
സത്യസന്ധമായിട്ട്. അതായത് ഓരോ സബ്ജക്റ്റിന് ഇപ്പൊ കമ്പനി ലോ പഠിക്കാനായിട്ട് ഞാൻ ബിലു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഫാക്കൽറ്റി എടുത്ത ഒരു സാറുണ്ട്, സാറിന്റെ അടുത്താ പോയിരുന്നത്. ഓക്കെ, അതുപോലെ ബാക്കി സബ്ജക്ട്സ് പഠിക്കാനായിട്ട് ഓരോ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കി അറിയാം. ടാക്സ് ലോയ്ക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ടാക്സ് പഠിക്കാൻ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളവർ, എനിക്ക് ഭയങ്കര പാട് അറിയാലോ, ടാക്സും ഫിനാൻസും ഒക്കെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കമ്പനി ലോയ്ക്ക് എനിക്ക് ബിലു സാർ ഉണ്ടായിരുന്നു, അതുപോലെ ബിലു സാർ തന്നെ വേറെ 2-3 ടോപ്പിക്സ് ഡീൽ ചെയ്തിരുന്നു. ടാക്സ് പഠിക്കാൻ ഞാൻ ഒരു 3 സ്ഥലത്ത് പോയി. എല്ലാം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്, നല്ല കിട്ടിലും ഫാക്കൽറ്റീസിന്റെ അടുത്താ പോയെ. പക്ഷെ എന്റെ CS കോഴ്സിന് അത് ഹെൽപ്പ് ഇല്ലാതായി ആക്ച്വലി. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടാക്സ് ആയാലും ശരി, FM ആയാലും ശരി, CS പഠിക്കുമ്പോൾ കൂടുതലും തിയററ്റിക്കൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, തിയററ്റിക്കൽ ആയിട്ടാ. അപ്പൊ നമ്മുടെ ഈ CA കാരുടെ കൂടെ ഇരുത്തി CS പഠിപ്പിക്കും, ടോട്ടലി ഡിഫറെന്റ് ആണ്. മനസ്സിലായി? CA കാര് പഠിക്കുന്ന ഒരു രീതിയിലല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കൂടുതൽ തിയറി പേപ്പേഴ്സ് ആണ്, തിയറിറ്റിക്കലി ആണ് പഠിക്കുന്നത്. അപ്പൊ ആ ടാക്സ് ക്ലാസ്സസ് കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് CAക്കൊക്കെ ഒത്തിരി ക്ലാസ്സസ് ഉണ്ട്. ഞാൻ CAയുടെ ഫാക്കൽറ്റി തന്നെയാണ്. CAക്ക് ഞാൻ മെയിൻലി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എന്ന് വെച്ചാൽ ഒരുപാട് ക്ലാസ്സസ് എടുക്കുന്ന CAക്ക് തന്നെയാണ് ഞാൻ കൂടുതലും ക്ലാസ്സസ് എടുക്കുന്നത്. CAക്ക് പേപ്പേഴ്സിന് ക്ലാസ് കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ CS-ന് നോക്കുമ്പോൾ നമ്മുടെ രീതിയിൽ ടാക്സും FM-ഉം പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സസ് തീരെ കുറവാണെന്നല്ല, ക്ലാസ്സസ് നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ, വേറൊന്നും വേണ്ട, നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കിയാൽ ടാക്സിന് തിയററ്റിക്കലി CS-ന്റെ രീതിയിൽ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് തീരെ കുറവാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ലിറ്ററലി പറഞ്ഞാൽ ഞാൻ ഇത് തനിയെ പഠിച്ചതാണ്. എനിക്ക് 1-2 എക്സാം ഫെയിലിയർ ആവാൻ റീസണും ഇത് തന്നെയാണ്. ടാക്സിന്റെ FM-ന്റെയും. ടാക്സ് ആണ് നമുക്ക് ഒരുപാട് നാളെ ഇരുത്തിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടാക്സ്. എങ്ങനെയോ ക്ലിയർ ചെയ്തത്, തനിയെ പഠിച്ച് ക്ലിയർ ചെയ്തത്. ഓക്കെ, ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോ ഇത് ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു ഞാൻ എന്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി ക്ലാസ് എടുക്കുന്നത്. ഞാൻ 4 വർഷമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ എടുക്കുന്നുണ്ട്. ടു ബി ഫ്രാങ്ക്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എടുക്കുന്നുണ്ട്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്, അതും CAയുടെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോ ഒരു കോഴ്സിനെ കുറിച്ച് പറയാനായിട്ട് ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടാണ്. അത് എടുക്കാനുള്ള എന്റെ പേഴ്സണൽ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലിഖ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് മെയിൻലി എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു റീസൺ, എല്ലാ സബ്ജക്റ്റും CS-ന്റെ മാത്രമായിട്ട് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്റെ അറിവില് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ CS-ന്റെ തന്നെ ടാക്സ് ലോസും കാര്യങ്ങളും എല്ലാം ആ രീതിയിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചപ്പോ ഇല്ലായിരുന്നു. ഓക്കെയാണോ? അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കോൺസെപ്റ്റാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്കുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തരാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെയാണോ? അപ്പൊ മെയിൻലി ഈ ടാക്സ് FM ഒക്കെ അല്ലാതെ പോയ ക്ലാസ്സസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കമ്പനിയിലോ ഓക്കെ ഫൈൻ, അതെന്റെ ടോപ്പിക്കാ, അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ബാക്കി ടോപ്പിക്സ് ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ച് കോംപ്രിഹെൻസീവ് ആയിട്ട് കിട്ടാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. ഓക്കെയാണോ? ഒന്നുകിൽ CAയുടെ കൂടെ ഇരുത്തും, അല്ലെങ്കിൽ CAയുടെ കൂടെയുള്ള ക്ലാസ്സസ് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോ എക്സ്ക്ലൂസീവ്ലി ഫോർ CS എന്നുള്ള രീതിയിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ, പഠിച്ചപ്പോൾ ഉള്ള ഒരു നെഗറ്റീവ് ആയിരുന്നു അത്. അതുപോലെ അത്രേ ഉള്ളൂ, വേറെന്താ പറയാ. നമ്മുടെ ഫാക്കൽറ്റിയുടെ ലിസ്റ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. CS-ന്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫാക്കൽറ്റീസിന്റെ ലിസ്റ്റ് ആയത് എല്ലാവരും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, എന്ത് വേണോ ചോദിക്കാം. Sir, I think Yes. ഇല്ല. ഓക്കെ. queries ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. സോ നമ്മൾക്ക് ഇത്രയും സമയം സാറിന്റെ വാല്യുബിൾ ടൈം നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഇനീഷ്യലി ബിഗ് താങ്ക്സ്. ആൻഡ് ഇനീഷ്യലി പറയുകയാണെങ്കിൽ നമ്മൾക്ക്
എന്താ പറയാ CS കോഴ്സിനെ പറ്റിയും അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ലൈക്ക് ഫ്രം ദ ഫൗണ്ടേഷൻ എന്താണ് ഫ്യൂച്ചർ, എങ്ങനെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി സാറിന് പറ്റി. ആൻഡ് on about telling our institution, sir പറഞ്ഞ പോലെ തന്നെ we are focusing only for CS. നമ്മളുടെ എല്ലാ ഫാക്കൽറ്റീസും അതുപോലെ CS professionals ആണ്. And we have a team of CS professionals and advocates. ലിഖ ആൻഡ് എന്താ പറയാ നമ്മൾ ഇത്രയും സമയം നമ്മളുടെ കൂടെ നമ്മളോട് സഹകരിച്ച എല്ലാ സ്റ്റുഡൻസിനും, for all the students who are assigned here for the webinar, I do thank in the name of